തീർച്ചയായും ബജറ്റിൻ്റെ കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ ഞങ്ങളുടെ പ്രതിനിധി നിർഭൻ ചക്രവർത്തി ചേരുകയാണ്. നിർഭൻ, അനുകൂലവും പ്രതികൂലവുമായി നേരത്തെ നടത്തിയ പ്രഖ്യാപനങ്ങൾ അടക്കം സമഗ്രമായി പരിശോധിക്കുമ്പോൾ ഈ വി.ഡി. സതീശൻ സർക്കാരിൻ്റെ ആദ്യ ബജറ്റിനെ എങ്ങനെ അതിൻ്റെ അനുകൂലവും പ്രതികൂലവുമായ ഭാവങ്ങളെ നോക്കുമ്പോൾ മനസ്സിലാക്കും ആകത്തുക? അജിംഷാദ്, ധവളപത്രത്തിൽ എന്തായിരുന്നു ആ പ്രഖ്യാപനം? അത് ഈ സർക്കാർ ഏത് ദിശയിലേക്കാണ് പോകുന്നത് എന്ന സൂചന നൽകിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ തുടർച്ചയായി തന്നെ ഒന്നാമത് വി.ഡി. സർക്കാരിൻ്റെ ബഡ്ജറ്റ്, ധനമന്ത്രിയുടെ ബഡ്ജറ്റിനെ നമുക്ക് നോക്കിക്കാണേണ്ടി വരും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അദ്ദേഹം പ്രതിപക്ഷത്തിരുന്നപ്പോൾ പ്രഖ്യാപിച്ച തനത് നികുതി വരുമാനത്തിൻ്റെ വർധനവ് എങ്ങനെയാണ് സംസ്ഥാനം ഇത് അതിജീവിക്കുക എന്ന കാര്യത്തിൽ വ്യക്തമായ കാഴ്ചപ്പാട് ഈ ബഡ്ജറ്റ് മുന്നോട്ട് വയ്ക്കുന്നില്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ മുഖവരിയായി ധവളപത്രത്തിൽ പറഞ്ഞ കാര്യത്തെ സംബന്ധിച്ച് തന്നെ ചൂണ്ടിക്കാട്ടേണ്ടതുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട തുറമുഖ നഗരവും ഏവിയേഷൻ ഹബ്ബും എന്ന രണ്ട് പദ്ധതികൾ, ഒപ്പം തന്നെ ധാതു മണൽ ഖനനവുമായി ബന്ധപ്പെട്ട സ്വകാര്യ നിക്ഷേപം, ആകാശം, ഭൂമി, കടൽ, ഇത് മൂന്നും സ്വകാര്യവൽക്കരണ നയങ്ങളിലേക്ക് ഈ സർക്കാർ വളരെ വേഗം കേന്ദ്ര സർക്കാരിനൊപ്പം ചേർന്ന് പോകുന്നു എന്ന് തന്നെയാണ് ബഡ്ജറ്റിലെ ഹൈലൈറ്റ്സ് എന്ന് പറയുന്നത്. അത് കേന്ദ്ര സർക്കാർ 2023 അവസാനം കൊണ്ടുവരികയും 2025 അതിന് വേഗം വെക്കുകയും ചെയ്ത ബ്ലൂ എക്കോണമി എന്ന നീലക്കടൽ എന്ന പുതിയ പാക്കേജ് പദ്ധതി. അത് സംബന്ധിച്ച് മുഴുവൻ വിഭവങ്ങളും, അതായത് സംസ്ഥാനത്തിന് ആവശ്യമായ വിഭവങ്ങളിൽ ഏറ്റവും കൂടുതൽ മൂലധനം വർധനവുണ്ടാക്കുകയും വരുമാനം വർദ്ധിക്കുന്നതിനും കടലിനെ ആശ്രയിക്കുന്ന അതാണ് ബ്ലൂ എക്കോണമി എന്ന് പറയുന്നത്. അതിൻ്റെ തുടർച്ചയായി സംസ്ഥാനവും മോദി സർക്കാരിന് പിന്നെ അതിലേക്ക് പോകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കടൽ മണൽ ഖനനവുമായി ബന്ധപ്പെട്ട്, ധാതു നിക്ഷേപവുമായി ബന്ധപ്പെട്ട് സ്വകാര്യ പങ്കാളിത്തം എന്ന കാര്യം വ്യക്തമായി പറയുന്നു എന്നതാണ്. ഒപ്പം തന്നെ ഏവിയേഷൻ ഹബ്ബുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും സ്വകാര്യവൽക്കരണം പൂർണ്ണമായി നടപ്പിലാക്കും എന്ന കാര്യം ഇത് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഒപ്പമാണ് തുറമുഖ നഗരം ബന്ധപ്പെട്ട പദ്ധതി. അത്തരത്തിൽ തുറമുഖ നഗര പദ്ധതിയുമായി ബന്ധപ്പെട്ട് വിഴിഞ്ഞം നേരത്തെ തന്നെ റിംഗ് റോഡ് പദ്ധതിയും ഒപ്പം തന്നെ അനുബന്ധ റെയിൽ മാർഗവും വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വച്ചതാണ്. ആ പദ്ധതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പുതിയ പണം, സാമ്പത്തിക പാക്കേജ് ഒന്നും ഇതിനകത്ത് മുന്നോട്ട് വയ്ക്കുന്നില്ല. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് സ്വകാര്യ നിക്ഷേപം അടിവരയിട്ട് പറയുകയും ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ ക്ഷേമ പെൻഷന്റെ വർധനവ് 3000 രൂപയായി വർദ്ധിപ്പിക്കുമെന്നതാണ് 5 ഗ്യാരണ്ടിയിൽ UDFന്റെ ഇന്ദിരാ ഗ്യാരണ്ടിയിൽ പറഞ്ഞിരുന്നത്. ആ ക്ഷേമ പെൻഷനിൽ വർധനവില്ല. ഒപ്പം തന്നെ ആശാ വർക്കർമാരുടെ ഓണറേറിയം 21,000 വർദ്ധിപ്പിക്കുമെന്നതായിരുന്നു UDFന്റെ നേരത്തെയുള്ള പ്രഖ്യാപനം. അത് സംബന്ധിച്ച് വർധനവ് ഇപ്രാവശ്യം ഇല്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത്തരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട 5 ഗ്യാരണ്ടിയിൽ 2 അതുപോലെ തന്നെ കാണേണ്ട ഒന്നാണ് ഈ ജീവനക്കാരുമായി ബന്ധപ്പെട്ട ലീവ് സറണ്ടർ. അവർ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്നതിലേക്ക് പോയത് ലീവ് സറണ്ടർ വെട്ടിയതാണ്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പോകുന്നതല്ലാതെ അതിലൊരു കൃത്യമായ ആസൂത്രണം പറയുന്നില്ല. ശ്രദ്ധിച്ചാലറിയാം. കാരണം ലീവ് സറണ്ടർ വിഷയത്തിലും മെഡിസെപ്പിലും സമഗ്രമായ മാറ്റം വരുത്തും എന്ന് മാത്രമാണ് പറയുന്നത്, അല്ലേ നിർഭൻ? തീർച്ചയായും DA മുടക്കം കൂടാതെ നൽകും. ലീവ് സെൻറ്ററിൽ ഉചിതമായ നടപടി എന്നതാണ്. സർക്കാർ ജീവനക്കാരുടെ DA DR കുടിശ്ശികയില്ലാതെ നൽകും എന്ന് പറയുന്നതല്ലാതെ ഇത് കുടിശ്ശിക നൽകുന്നത് സംബന്ധിച്ച മാനദണ്ഡം എങ്ങനെയാണ്? ലീവ് സെൻറ്ററിനെ സംബന്ധിച്ച് ഉചിതമായ നടപടി എന്ന് പറയുമ്പോൾ അതെങ്ങനെയാണ്? അഷ്വേർഡ് പെൻഷൻ എന്ന കഴിഞ്ഞ സർക്കാർ നടപ്പിലാക്കിയ പെൻഷൻ സംബന്ധിച്ച് അത് സംബന്ധിച്ച് വ്യക്തമായ പ്രഖ്യാപനം ഉണ്ടാകുന്നില്ല. ഇങ്ങനെ ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് ഓരോന്നും ബഡ്ജറ്റിൻ്റെ ഓരോ ഭാഗവും തരംതിരിച്ച് പരിശോധിക്കുകയാണെങ്കിൽ ഈ ഗ്യാരണ്ടി നടപ്പിലാകുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും ആശങ്കയുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പറഞ്ഞ ഇൻഷുറൻസ് ആണ്. സാമൂഹ്യ ക്ഷേമ ഇൻഷുറൻസ് എന്ന് പറയുന്ന കുടുംബ ഇൻഷുറൻസ്. അത് സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 25 ലക്ഷം രൂപയുടെ കുടുംബ ഇൻഷുറൻസ് ആണ് ഏർപ്പെടുത്തും എന്ന് പറഞ്ഞത്. അത് 25 ലക്ഷം വീതം ഒരു കുടുംബത്തിന് ഇൻഷുറൻസ് ഏർപ്പെടുത്തുകയാണെങ്കിൽ കോടിക്കണക്കിന് രൂപ അതിനുവേണ്ടി മാറ്റിവെക്കേണ്ടി വരും. സാധാരണ സ്വകാര്യ ഈ കമ്പനികളുമായി ബന്ധപ്പെട്ടോ ഇൻഷുറൻസ് കമ്പനികളുമായി ബന്ധപ്പെട്ടോ സഹകരിച്ച് ഓരോ കുടുംബത്തിനും ഇൻഷുറൻസ് സംവിധാനം ഏർപ്പെടുത്തണമെങ്കിൽ എത്ര രൂപ വീതം മാറ്റിവെക്കേണ്ടി വന്ന കാര്യം സ്വാഭാവികമായി ചിന്തിക്കേണ്ടതാണ്. ആ ഇൻഷുറൻസ് പദ്ധതി, ഉമ്മൻചാണ്ടി സൗജന്യ ഇൻഷുറൻസ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് മാറ്റിവെച്ചിട്ടുള്ളത് കേവലം 10 കോടി രൂപ മാത്രമാണ് എന്നതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ തന്നെ സ്ത്രീകൾക്ക് സൗജന്യ യാത്രയുമായി ബന്ധപ്പെട്ട് സമ്പൂർണ്ണ സൗജന്യ യാത്രയായിരുന്നു UDFന്റെ പ്രഖ്യാപനത്തിൽ പറഞ്ഞിരുന്നത്. അത് തന്നെയായിരുന്നു ഇന്ദിരാ ഗ്യാരണ്ടിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഹൈലൈറ്റ്സ്. പക്ഷേ അത് ഓർഡിനറി ബസ്സുകളിലേക്ക് മാത്രം ചുരുക്കുകയായിരുന്നു. അതുപോലെ തന്നെ ഉമ്മൻചാണ്ടി ഹെൽത്ത് ഇൻഷുറൻസ് പദ്ധതിയെ സംബന്ധിച്ചും ആ പോളിസിയെ സംബന്ധിച്ചും UDF സർക്കാർ പിന്നോട്ട് പോകുന്നുണ്ടോ
എന്ന സൂചന ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. സ്വകാര്യവൽക്കരണം സമ്പൂർണ്ണമായി നടപ്പിലാക്കാനുള്ള അത് ഒളിപ്പിച്ചു വെച്ചിട്ടുള്ളൊരു ബഡ്ജറ്റാണ് എന്ന കാര്യം ഉറപ്പാണ്. എല്ലാ കാര്യത്തിലും ഈ സമുദ്ര നഗര പദ്ധതിയും ഒപ്പം തന്നെ ഏവിയേഷൻ ഹബ് അടക്കമുള്ള വലിയ വാഗ്ദാനങ്ങൾ പ്രഖ്യാപിക്കുമ്പോഴും അത് സ്വകാര്യവൽക്കരണത്തിലേക്ക് പൂർണ്ണമായി സർക്കാർ പോകുന്നുണ്ട്. കാലാനുസൃതമായ മാറ്റം വരുത്തണം. നികുതി വരുമാനത്തിലും വരുമാന വർധനവിനും അതായത് കൂട്ടിച്ചേർക്കാനുള്ളത് ഇപ്പം നിർഭൻ സൂചിപ്പിച്ചതുപോലെ ബഹിരാകാശം മുതൽ കടൽ ഭൂമി എല്ലാം സ്വകാര്യവൽക്കരിക്കുന്ന മോദി സർക്കാരിൻ്റെ മാതൃകയാണ് തുടരുന്നത്. മാത്രമല്ല ഗതാഗതവുമായി ബന്ധപ്പെട്ട മേഖലകൾ സ്പർശിച്ചപ്പോൾ സ്വകാര്യ വാഹനങ്ങൾക്കാണ് ത്രൈമാസ നികുതി ഇളവ് നൽകുന്നത്. അതും ഒന്ന് അടിവരയിടേണ്ടതാണ്, അതിനോട് കൂട്ടിച്ചേർക്കേണ്ടതാണ് അല്ലേ? തീർച്ചയായും അത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് ഓരോന്നിലും സർക്കാർ ആർക്കൊപ്പമാണ് സഞ്ചരിക്കുക എന്ന് ധവളപത്രത്തിൽ തന്നെ ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടുതൽ ബലപ്പെടുത്തുന്നതാണ് ബഡ്ജറ്റിൽ. ഇതിൽ നയപരമായ വലിയ മാറ്റത്തിലേക്ക് UDF സർക്കാർ പോകുന്നുണ്ട് എന്ന കാര്യം നേരത്തെ തന്നെ പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടിയതാണ്. അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ സർക്കാർ മുൻഗണന നൽകിയ ക്ഷേമപ്രവർത്തനങ്ങൾ ഒപ്പം തന്നെ ഈ പൊതുമേഖലയുടെ സംരക്ഷണം അത്തരം കാര്യങ്ങളിൽ വ്യക്തമായി ബഡ്ജറ്റ് വിരൽ ചൂണ്ടുന്നില്ല എന്ന് മാത്രമല്ല സ്വകാര്യ നിക്ഷേപത്തെ ആശ്രയിക്കും എന്ന് പറയുമ്പോൾ പ്രധാനപ്പെട്ട 3 മേഖല അത് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു തുടർച്ചയായി ഇതിനെ കാണേണ്ടി വരും. മോദി സർക്കാർ ഈ വൻകിട കോർപ്പറേറ്റുകൾക്ക് വേണ്ടി അനുകൂലമായ സാമ്പത്തിക സമീപനം സ്വീകരിക്കുന്നു എന്നതാണ് കോൺഗ്രസിൻ്റെ ദേശീയ കാഴ്ചപ്പാട്. അദാനി അംബാനി സർക്കാരായി മാറുന്നു എന്ന് പറയുമ്പോൾ തന്നെ തുറമുഖ നഗര പദ്ധതിയും ഒപ്പം തന്നെ ഏവിയേഷൻ ഹബ്ബും അടക്കമുള്ള കരിമണൽ ഖനനം അടക്കമുള്ള കാര്യങ്ങളിൽ ആരായിരിക്കും ഗുണഭോക്താവ് എന്ന കാര്യം ഏറെക്കുറെ വ്യക്തമാണ്. ജനക്ഷേമ പ്രഖ്യാപനങ്ങൾ ഈ ബഡ്ജറ്റിൽ ഹൈലൈറ്റായി ഒന്നും പറയാനില്ല എന്നത് എടുത്തു പറയേണ്ട കാര്യമാണ്. ക്ഷേമപ്രവർത്തനങ്ങൾക്ക് ബഡ്ജറ്റിൽ പരിഗണന നൽകുന്നില്ല. അത് നമ്മുടെ ആശാവർക്കർമാരുടെ കാര്യമാകട്ടെ ഒപ്പം തന്നെ ക്ഷേമപ്രവർത്തനത്തിൻ്റെ ഈ പറഞ്ഞ ക്ഷേമ പെൻഷൻ്റെ വർധനവും ഉണ്ടാകുന്നില്ല. ഒപ്പം തന്നെ ആശാവർക്കർമാർ ഓർഡർ ചെയ്തതിൽ വർധനമില്ല. സർക്കാർ ജീവനക്കാരുടെ ക്ഷാമപദ്ധതിയിൽ ഒരു തരത്തിലുള്ള തീരുമാനവും ഈ ബഡ്ജറ്റിൽ ഉണ്ടായിട്ടില്ല. ഇന്ദിരാ ഗ്യാരണ്ടി പ്രഖ്യാപനം മാത്രമായി ഒതുങ്ങുകയാണ്. KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര ഓർഡിനറി മാത്രമെന്ന പ്രഖ്യാപനം. അതിന് പിന്നാലെയാണ് ഇത് കൂടുതൽ ബസ്സുകളിലേക്ക് പ്രഖ്യാപനം ഉണ്ടാകുമെന്ന കാര്യത്തിൽ രണ്ടാം ഘട്ടത്തിൽ പറഞ്ഞിരുന്നു. അതിനുവേണ്ടി ഒരു തരത്തിലുള്ള തുകയും ഈ ബഡ്ജറ്റിൽ ബാക്കി വയ്ക്കുന്നില്ല. ഇന്ദിരാഗാന്ധിയിലെ മറ്റ് 4 പ്രഖ്യാപനങ്ങൾ ബഡ്ജറ്റിൽ ഇടം നേടിയിട്ടില്ല. വാക്കാൽ പരാമർശം മാത്രമാണ് അവ സംബന്ധിച്ച് നടത്തിയിട്ടുള്ളത്. കഴിഞ്ഞ സർക്കാർ പ്രഖ്യാപിച്ച ക്ഷേമ പ്രവർത്തനങ്ങളിൽ മൗനം. അത് ഏറ്റവും കൂടുതൽ പ്രധാനപ്പെട്ട സ്ത്രീ സുരക്ഷാ പദ്ധതിയാണ്. സ്ത്രീകൾക്ക് 1000 രൂപയുള്ള പ്രതിമാസ പദ്ധതി. ഒപ്പം തന്നെ ഈ കോളേജ് തലമുള്ള വിദ്യാർത്ഥികൾക്കുള്ള ഫീസ് സമ്പൂർണ്ണമായി സൗജന്യ വിദ്യാഭ്യാസം. ഇത്തരം കാര്യങ്ങളിൽ വലിയ മൗനമാണ് സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നത്. അതായത് ഗ്യാരണ്ടിയിൽ പറഞ്ഞ വലിയ പ്രഖ്യാപനങ്ങളിൽ പറഞ്ഞ വലിയ തരത്തിലുള്ള അവകാശവാദങ്ങൾ ഉന്നയിച്ച ഒരു UDF അവർ അധികാരത്തിലേക്ക് എത്തുമ്പോൾ ക്രിയാത്മകമായ ദീർഘവീക്ഷണമുള്ള ഒരു ബഡ്ജറ്റായി ഇതിനെ കാണാൻ കഴിയില്ല. ഹൈലൈറ്റായി നമ്മൾ എടുത്തു പറയുമ്പോൾ ക്ഷേമപ്രവർത്തനങ്ങൾക്ക് മുൻഗണനയില്ല. വൻകിട പദ്ധതികൾ എങ്ങനെയാണ് തുടർച്ച എന്ന് സംബന്ധിച്ച് പ്രഖ്യാപനമില്ല. സ്വകാര്യവൽക്കരണം എന്ന നയപരമായ മാറ്റത്തിലേക്ക് ഈ UDF സർക്കാർ മാറുന്നു എന്നതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ 3 മേഖല വലിയ വൻകിട പദ്ധതിയായി വലിയ വിഷനായി മുന്നോട്ട് വെച്ച 3 പദ്ധതികളെ സംബന്ധിച്ച് എടുത്തു പറയുമ്പോൾ ഒന്ന് ഏവിയേഷൻ ഹബ്ബ്, മറ്റൊന്ന് തുറമുഖ നഗര പദ്ധതി, ഒപ്പം തന്നെ ധാതു ഖനനവുമായി ബന്ധപ്പെട്ട സർക്കാരിൻ്റെ ഇളവ്. ഈ 3 കാര്യങ്ങൾക്കും വൻകിട കോർപ്പറേറ്റ് കമ്പനികൾക്ക് മാത്രമായിരിക്കും സ്വാഭാവികമായി അതിൻ്റെ ഗുണഫലം ലഭിക്കുക എന്ന കാര്യം ഉറപ്പാണ്. കേന്ദ്ര സർക്കാർ ബ്ലൂ എക്കോണമി എന്ന പദ്ധതി നടപ്പിലാക്കുമ്പോൾ തന്നെ സമുദ്ര സമ്പത്ത് കൊള്ളയടിക്കുക, ചൂഷണം ചെയ്യുക, അത് വൻകിട കോർപ്പറേറ്റുകൾക്ക് അനുകൂലമായി മാറുക എന്ന സമീപനം തന്നെയാണ്. ഇത്തരത്തിലുള്ള ബിഡുകളിൽ കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട ബിഡുകളിൽ സ്വാഭാവികമായി വൻകിട കമ്പനികൾക്ക് പങ്കെടുക്കാൻ കഴിയൂ. മത്സ്യബന്ധനത്തിലുള്ള തീരദേശത്തുള്ള ഏകദേശം 40 ലക്ഷത്തോളം വരുന്ന മത്സ്യത്തൊഴിലാളികളുടെ ഉപജീവനത്തെ ബാധിക്കുന്ന തരത്തിലുള്ള വൻകിട പദ്ധതികളിലേക്കും സ്വകാര്യ നിക്ഷേപത്തിലേക്കും ഇത് വിരൽ ചൂണ്ടുകയാണ്. സ്വാഭാവികമായും ബഡ്ജറ്റ് ധവളപത്രത്തിൻ്റെ തുടർച്ചയായി ബഡ്ജറ്റിനെ കൂടി കണക്കാക്കുമ്പോൾ നയപരമായ വലിയ മാറ്റത്തിലേക്ക് UDF സർക്കാർ കോൺഗ്രസ് സർക്കാർ പോകുന്നുവെന്നതാണ്. അദ്ദേഹം തന്നെ മുഖവരയായ ബഡ്ജറ്റിൻ്റെ ഘട്ടത്തിൽ പറഞ്ഞ ഒരു ഭാഗം ഏറ്റവും പ്രധാനപ്പെട്ട അടിവരയിട്ട് വായിക്കേണ്ടതാണ്. കാലാനുവർത്തിയായ മാറ്റം വേണം. പരമ്പരാഗതമായ രീതിയിലൂടെ വരുമാന വർധനവിന് ഇനി കഴിയില്ല. അതുകൊണ്ട് മാറ്റങ്ങൾ വേണം. ആ മാറ്റം എന്തെന്ന് ചോദിച്ചാൽ സ്വകാര്യവൽക്കരണത്തിലേക്ക്, സമ്പൂർണ്ണ സ്വകാര്യവൽക്കരണത്തിലേക്ക് UDF സർക്കാർ പോവുകയാണ്. ഒപ്പം തന്നെ കേന്ദ്രം നൽകേണ്ട ഗ്രാൻറ്റിനെ സംബന്ധിച്ച് ഈ ഗ്രാൻറ്റ് 20,500 കോടി രൂപ ലഭിക്കാനുണ്ട്. അത് ലഭിക്കാതെയാണ് കഴിഞ്ഞ ജനുവരി 29-ാം തീയതി LDF സർക്കാർ ബഡ്ജറ്റ് അവതരിപ്പിച്ചു പോയത്.
നൽകിയത് അത് ദീർഘവീക്ഷണമില്ലാത്ത ബഡ്ജറ്റായിരുന്നു എന്ന വിമർശനം ഈ ബഡ്ജറ്റിൽ പറയുമ്പോൾ തന്നെ ആ ഗ്രാൻഡ് എന്തുകൊണ്ട് കേന്ദ്ര സർക്കാർ തരുന്നില്ല അതിനെ സംബന്ധിച്ച് കേന്ദ്ര സർക്കാരിനെതിരെ ഒരു വിമർശനവും ഒരു വരി പോലും ആ ഭാഗത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല. തൊഴിലുറപ്പ് പദ്ധതി പോലെയുള്ള പദ്ധതിയെ സംബന്ധിച്ച് കേന്ദ്രത്തിൻ്റെ ഇടപെടൽ കാരണം വലിയ പ്രതിസന്ധി ഉണ്ടാകാൻ പോകുന്ന തൊഴിലുറപ്പ് ദിനങ്ങൾ വെട്ടിക്കുറയ്ക്കുക, പുതിയ മാനദണ്ഡങ്ങൾ വരിക, കേന്ദ്രത്തിൻ്റെ നൽകിയിരുന്ന തുകയിൽ നിന്ന് 40% വെട്ടിക്കുറയ്ക്കുക, ഇത്തരം വിഷയങ്ങളെ സംബന്ധിച്ചും കേന്ദ്ര സർക്കാരിൽ നിന്ന് ആ തുക വാങ്ങിയെടുക്കാനുള്ള ഒരു തരത്തിലുള്ള സമ്മർദ്ദവും ബഡ്ജറ്റിൽ സൂചിപ്പിക്കുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രത്നച്ചുരുക്കം എന്ന് പറയുന്നത് ക്ഷേമ പദ്ധതികളിലൊന്നും നേരത്തെ പ്രഖ്യാപിച്ച പ്രഖ്യാപനങ്ങളിൽ നിന്ന് ഒരു തരത്തിലുള്ള ഇത് പുതിയ പ്രഖ്യാപനങ്ങളും അവർക്ക് ആശ്വാസം നൽകുന്ന ഒരു നടപടികളും ഉണ്ടാകുന്നില്ല. ജീവനക്കാരെ അവഗണിക്കുന്നു. അത് സംബന്ധിച്ച് എന്താണ് DA കുടിശ്ശികയുടെ കാര്യത്തിൽ ഇത്തരം വിഷയങ്ങളെ സംബന്ധിച്ച് എന്താണ് സർക്കാരിൻ്റെ സമീപനം എന്ന കാര്യത്തിൽ വ്യക്തത വരുന്നില്ല. ഒപ്പമാണ് ഈ സ്വകാര്യവൽക്കരണ നയങ്ങളിലേക്ക് സർക്കാർ പൂർണ്ണമായി പോകുന്നു എന്ന തരത്തിലുള്ള ദിശ ഈ ബഡ്ജറ്റിൽ തന്നെ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതുകൊണ്ട് അത് തന്നെയായിരിക്കും സ്വാഭാവികമായി നേരത്തെ പ്രതിപക്ഷം ഉന്നയിച്ച വിമർശനങ്ങൾക്ക് കൂടുതൽ കഴമ്പുണ്ട് എന്ന് തെളിയിക്കുന്നതാണ് VD സതീശൻ്റെ ആദ്യ ബഡ്ജറ്റ് എന്ന് പറയാം. അതിൽ നമുക്ക് ഈ റബ്ബർ കർഷകർക്ക് 200 നിന്ന് 250 രൂപയായി വർദ്ധിപ്പിക്കുന്ന അങ്ങനെ ഒന്നോ രണ്ടോ പ്രഖ്യാപനങ്ങൾ മാത്രമേ നമുക്ക് എടുത്തു പറയാൻ കഴിയുള്ളൂ. കാർഷിക മേഖലയെ സംബന്ധിച്ചും പരമ്പരാഗത വ്യവസായ മേഖലയെ സംബന്ധിച്ചും വലിയ തരത്തിലോ ഗുണപ്പെടുന്ന തരത്തിലോ പ്രഖ്യാപനങ്ങളും ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടില്ല. വിഴിഞ്ഞം പോലെയുള്ള സംസ്ഥാനത്തിൻ്റെ വികസനത്തിന് നാഴികക്കല്ലാവുന്ന പദ്ധതി നേരത്തെ പ്രഖ്യാപിച്ച റിംഗ് റോഡ് പദ്ധതിയുടെ തുടർച്ചയും ഒപ്പം തന്നെ അനുബന്ധ റെയിൽ വികസനത്തെ സംബന്ധിച്ചും തുടരും എന്ന വാഗ്ദാനം മാത്രമാണ് ബഡ്ജറ്റിൽ പറഞ്ഞിട്ടുള്ളത്. അജിംഷാദ്, പിന്നെ അതുപോലെ തന്നെ ഈ ഓപ്പറേഷൻ തുഫാന് 10 കോടി, പിന്നീട് റബ്ബറിന് താങ്ങുവില 250 രൂപയാക്കും, തിരുവനന്തപുരത്തും കോഴിക്കോടും ലൈറ്റ് മെട്രോ പദ്ധതി ഇതൊക്കെ പറയുന്നുണ്ട്. അനുകൂലമായ കാര്യങ്ങൾ പലതുമുണ്ട്. പക്ഷേ ഈ ലോ ആൽക്കഹോളിക് മദ്യത്തിൻ്റെ കാര്യത്തിൽ അത് നികുതി കുറയ്ക്കുമെന്നാണോ? അതിലൊരു വ്യക്തതയ്ക്ക് കൂടിയാണ് ചോദിക്കുന്നത് നിർഭൻ. കാരണം ഈ 20% താഴെ പ്രൂഫുള്ള തീർച്ചയായും അതിലേക്ക് അജിംഷാദ് പറയുമ്പോൾ നികുതി വർധനവിൽ നമ്മൾ എടുത്തു പറയേണ്ടത് മദ്യത്തിൻ്റെ നികുതി ഘടനയിൽ മാറ്റം വരുത്തുമെന്ന കാര്യമാണ്. അത് വീര്യം കുറഞ്ഞ മദ്യത്തിൻ്റെ നികുതി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. 0.5% മുതൽ 10% വരെ വീര്യമുള്ള മദ്യത്തിന് നികുതി 120%ആയി ഉയർത്തിയിട്ടുണ്ട്. 10% മുതൽ 20% വരെ വീര്യമുള്ള മദ്യത്തിന് 175%ആയി നികുതി വർദ്ധിപ്പിച്ചു. അതായത് മദ്യത്തിന് വില കൂട്ടി എന്ന് തന്നെ ചുരുക്കത്തിൽ ഇത് സംബന്ധിച്ച് പറയാം. നികുതി വരുമാനത്തിൻ്റെ വർധനവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വർധനവായി ഇതിനെ കാണേണ്ടി വരും. മറ്റ് കാര്യങ്ങളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ നേരത്തെ സൂചിപ്പിച്ച കാര്യങ്ങൾ തന്നെയാണ്. ഈ സ്വകാര്യവൽക്കരണം, ഒപ്പം തന്നെ ഈ ക്ഷേമ പ്രവർത്തനങ്ങൾക്കുള്ള മുൻഗണന നൽകാതിരിക്കൽ, ഈ പറയുന്ന ഇന്ദിരാ ഗ്യാരണ്ടി സംബന്ധിച്ച പ്രഖ്യാപനം എങ്ങനെ നടപ്പിലാക്കുമെന്ന തരത്തിലുള്ള ദിശാസൂചിക ഈ ബഡ്ജറ്റിൽ പറയുന്നില്ല. ഇന്ദിരാ ഗ്യാരണ്ടിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് കുടുംബ സൗജന്യ ഇൻഷുറൻസ് എന്ന ഉമ്മൻചാണ്ടി ഇൻഷുറൻസ് പദ്ധതി. ആ ഇൻഷുറൻസ് പദ്ധതി 25 ലക്ഷം രൂപയുടെ കുടുംബ ഇൻഷുറൻസ് ആണെങ്കിൽ അതിന് എത്ര ലക്ഷം രൂപ, എത്ര കോടി രൂപ ഇതിനുവേണ്ടി മാറ്റിവെക്കണമെന്ന കാര്യം വ്യക്തമാണ്. എന്നിട്ട് ബഡ്ജറ്റിൽ വെറും 10 കോടി രൂപ മാത്രമാണ് ഇതിനകത്ത് മാറ്റിവെച്ചിട്ടുള്ളത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പുതുമയുള്ള, പുതിയ ദീർഘവീക്ഷണമുള്ള, പുതിയ തരത്തിലുള്ള വിഷനുള്ള 2-3 പദ്ധതികൾ പ്രഖ്യാപിച്ചുവെങ്കിലും അതിൻ്റെ ലക്ഷ്യം, അതിൽ ഒളിഞ്ഞിരിക്കുന്നത് സ്വകാര്യവൽക്കരണം എന്ന സൂചന തന്നെയാണ് ബഡ്ജറ്റിലൂടെ വ്യക്തമാകുന്നത്. അജിംഷാദ്.